സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അപ്പം കോട്ടയത്ത് NDAയുടെ സ്ഥാനാർത്ഥിയെ കൂടി നാളെ ഡിക്ലെയർ ചെയ്യും. അത് ഡൽഹിയിൽ നിന്ന് നഡ്ഡാജിയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. കാര്യം കോട്ടയത്തോ അല്ലെങ്കിൽ ഇടുക്കിയിലോ ഞാൻ മത്സരിക്കണം എന്ന് നേരത്തെ ആവശ്യം ഉണ്ടായിരുന്നതാണ്. അന്ന് തന്നെ ഞാൻ കാര്യം സുരേന്ദ്രൻജി നിൽക്കുന്ന പോലെ NDAയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്ന് പ്രൈം മിനിസ്റ്റർ നഡ്ഡാജി, അമിത് ഭായി എല്ലാം ഞാൻ അറിയിച്ചിരുന്നു. പക്ഷേ അവർ വളരെ നിർബന്ധമായി ഈ 2 സ്ഥലത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കണം, ഇന്ന് വൈകുന്നേരം തീരുമാനിച്ച് നാളെ രാവിലെ നഡ്ഡാജി തന്നെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ഞാൻ നേരത്തെ വെച്ചിരുന്ന 1-2 ഡിമാൻഡുകളുണ്ട്. കാര്യം നമുക്കറിയാം കോട്ടയത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇടുക്കി, അതുപോലെ കേരളത്തിൽ ആലപ്പുഴ ജില്ലയെ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് റബ്ബറാണ്. എനിക്കും ചെറിയ ഒരു റബ്ബർ തോട്ടം ഉള്ളതാണ്. കാര്യം അതുകൊണ്ട് തന്നെ റബ്ബർ കർഷകൻ്റെ ബുദ്ധിമുട്ട് എന്തെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ 250 രൂപയെങ്കിലും റബ്ബറിന് താങ്ങുവിലയായോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടാണെങ്കിലും അതിന് ഒരു സഹായം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിന് വേണ്ട സഹായം ചെയ്യാമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ഇവരെല്ലാം പറഞ്ഞിരുന്നു. ഞാൻ ഇന്ന് ഡൽഹിക്ക് പോകുന്നുണ്ട്. ഡൽഹിക്ക് പോയ ശേഷം അതിന് കൂടെ ഉറപ്പ് വരുത്തി നാളെ ഉച്ചയ്ക്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കോട്ടയത്താണെങ്കിലും അതുപോലെ തന്നെ ഇടുക്കിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശക്തമായിട്ടുള്ള മത്സരം വിജയിച്ച് 2 സ്ഥാനാർത്ഥികളെ നാളെ തന്നെ ഡിക്ലെയർ ചെയ്യും. നാളെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ചാടിക്കയറി പറഞ്ഞത് ശരിയല്ലല്ലോ. അല്ല, ഞാൻ ഓൾറെഡി അത് സംസാരിച്ചു, അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നുകൂടെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നു മാത്രം. കാര്യം ഞാൻ നേരിട്ടൊന്ന് സംസാരിക്കണമെന്നുകൂടെ. കാരണം ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു. കാര്യം ഇത് നമുക്കറിയാം, കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്ന കാലത്ത് കോൺഗ്രസ്സുകാരുടെ MPമാരും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും പലരും പോയി റബ്ബർ എടുത്ത് കൊടുക്കുകയും ഷീറ്റ് എടുക്കുകയും നമ്മുടെ ഓല കൊണ്ട് അതിൻ്റെ ഇല കൊണ്ട് മറച്ച് നിക്കറുണ്ടാക്കിയൊക്കെ നടന്നതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം ഇതുവരെ നമുക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ ഇന്ത്യ സർക്കാർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. നടക്കാത്ത കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് തീർച്ചയായും കാര്യം പ്രത്യേകിച്ച് അതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാന പ്രശ്നം നമ്മൾ മനസ്സിലാക്കാത്തത്, ഇപ്പോൾ കേരളത്തിലും ഇപ്പോഴാണ് ആസാമിൽ പോലും ഈ റബ്ബർ എന്ന് പറയുന്ന സാധനമുള്ളത്. മറ്റ് പലപ്പോഴും ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ ഈ റബ്ബറിനെ കുറിച്ചിട്ടോ റബ്ബർ കർഷകരെ കുറിച്ചിട്ടോ അത്ര വലിയ ബോധമോ അതിനുവേണ്ടി വലിയ രീതിയിലുള്ള ഒരു കൃഷിയായി അവർ കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് കൃഷികൾക്ക് കിട്ടുന്ന സംരക്ഷണം നമുക്ക് കിട്ടാറുമില്ല. ഇത് പല കാരണവശാൽ ഈ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് നമ്മളിവിടുന്ന് പോയിട്ടുള്ള ഒരു MPമാരും ഇതിനെക്കുറിച്ചിട്ട് അവിടെ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അത് കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തി അത് വാങ്ങിച്ചെടുക്കുകയോ അല്ല. മാത്രമല്ല അവരുടെ പ്രത്യേകിച്ച് അത് BJPയുടെ MLA MPമാരില്ലാത്തതുകൊണ്ട് തന്നെ അവർ അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. തീർച്ചയായും ഈ പ്രാവശ്യം നമുക്കത് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംശയം വേണ്ട. അതിന് ഏതാണെങ്കിലും ഞാനിപ്പോൾ നാളെ അത് ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്യും. അതിന് നാളെ തന്നെ ഉച്ചയ്ക്ക് നഡ്ഡാജി അതിൻ്റെ ഡിക്ലറേഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാലം നാളെ തീരുമാനമുണ്ടോ? നാളെ തീരുമാനമുണ്ടോ? അതായത് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. മത്സരിക്കില്ല. ഇല്ലെങ്കിൽ മത്സരിക്കാനുള്ള ഞാൻ മത്സരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഉറപ്പ് കിട്ടും 100%. മാറാനുള്ള സാധ്യത കുറവാണ്. കാരണം 2 സ്ഥലത്തും ഞാൻ പറഞ്ഞു കോട്ടയം ഇടിക്കുക എന്നുള്ളത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി ആയിരുന്നല്ലോ ഇത്ര നിർത്തുന്നത്. അപ്പം നാളെ ഇപ്പം ഇന്ന് വൈകുന്നേരം ഡിസ്കഷൻ ഉണ്ട്. നാളെ രാവിലെ തന്നെ അത് ഉച്ച. ഇടുക്കിയിൽ മാത്യു സ്റ്റീഫൻ മത്സരിക്കുമെന്നുള്ള തരത്തിലുള്ള ഇതൊക്കെ വന്നിരുന്നു. അദ്ദേഹം മത്സരിക്കും. മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. കാര്യം ആ സമയത്ത് തന്നെ ഞാൻ വളരെ വ്യക്തമായവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെ പല ആൾക്കാർ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 2 സ്ഥലങ്ങളിൽ ഞങ്ങൾ 3 സ്ഥലങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് പാർട്ടിയിൽ ജോയിൻ ചെയ്ത് മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ അത് വേണ്ടും ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് ശ്രീനാരായണ സംരക്ഷണ വേദി എന്ന പേരിൽ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം പ്രശ്നം അവർ പറഞ്ഞു തുഷാർ മത്സരിക്കുന്ന ഇടത്ത് തങ്ങൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്യും, തുഷാറിനെതിരെ പ്രചരണം നടത്തുമെന്നൊരു ഒരു സംഘടന രംഗത്ത്. അത് കൊല്ലത്ത് പുള്ളിക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യായിരിക്കും. കാര്യം പുള്ളിയുടെ വീട്ടുകാർ പോലും വോട്ട് ചെയ്യാനില്ല. അയാൾ കൊല്ലത്ത് വന്ന് ഇവിടെ വന്ന് പ്രസ്താവന നടത്തിയതാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ തിരക്കി നോക്കും. ഇവിടെ ഒന്നും ആരുമില്ല. അത് ചുമ്മാ എല്ലാ സ്ഥലത്തും SNDP യോഗത്തെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് വാർത്ത ഉണ്ടാക്കി അതുപോലെ കേസുകൾ കൊടുക്കുന്ന, അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരാളാണ്, വക്കീല. അതിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെയൊന്നും പറയാം, സാധാരണ ഉള്ളതാണ്. അത് ഞങ്ങൾ മാനിക്കുന്ന പോലും. ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെ ഒരു പ്രധാന ആവശ്യമാണ് 250 രൂപ ആക്കണമെന്ന്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു 10 രൂപ മാത്രം കൂട്ടിയത് 150 ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് LDFൻ്റെ പ്രചരണം. അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഉയരുക കോട്ടയത്ത് ഇതായിരിക്കത്തില്ലേ, റബ്ബർ വില എന്നുള്ള വിഷയമായിരിക്കത്തില്ലേ? കോട്ടയം എന്നുള്ളതല്ല, ഇത് കേരളത്തിൽ മൊത്തം ആലപ്പുഴ ജില്ല ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നം. ഞാൻ പറഞ്ഞു ഞാനൊരു റബ്ബർ കർഷകനാണ്, എനിക്ക് റബ്ബർ ഉള്ളതാണ്. ഒരു കാരണവശാലും മുതലാവില്ല. കാര്യം 100 രൂപ 110 രൂപേൻ്റെ കോസ്റ്റ് തന്നെ വരും.
കാര്യം ഇത് കഴിഞ്ഞാൽ ഒരു കാര്യം വെട്ടി വിറ്റാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റബ്ബർ ഷീറ്റ് അടിക്കാൻ പറ്റത്തില്ല, പാലായിട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ. പാലായിട്ട് കൊടുത്തില്ല കയ്യിൽ നിന്ന് കാശ് പോകും, അതാണ് അവസ്ഥ. പക്ഷേ ഈ കാര്യങ്ങൾ ഞാനത് അവിടെ നേരത്തെ പറയുകയുണ്ടായി. അപ്പോഴത്തെ കാര്യം പറ്റിയിട്ട് തീർച്ചയായും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള തന്നെ നിലപാടാണ് അവിടെ എടുത്തിട്ടുള്ളത്. അതിനൊന്നുകൂടെ തറവില 250 ആകുന്നതാണോ? തറവിലയോ അല്ല ഇമ്പോർട്ട് ചെയ്തിട്ടാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുകയാണെങ്കിലും നമ്മുടെ ബേസിക് പ്രൈസ് ഒരു 250 രൂപ, 225 to 250 വന്നില്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചുള്ള ഇപ്പം നമുക്കറിയാം ഒരുപാട് സ്ഥലത്ത് റബ്ബർ വെട്ടിക്കളയുക. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒരു മേജർ ഇഷ്യൂ ആണ്. പക്ഷേ അത് കേരളത്തെ മാത്രം ബാധിക്കുന്ന വിഷയം കൂടെ. കാര്യം ഇപ്പോൾ ആസാമിൽ ഇപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വെച്ച് തുടങ്ങി നമുക്ക് ക്രോപ്പ് ഇത്രയേ ഉള്ളൂ. പിന്നെ ആകെ ഈ മംഗലാപുരത്ത് കുറച്ച് ബോർഡറിലാണ് ഉള്ളത്, വേറെ എങ്ങും ഇല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇതിനെപ്പറ്റി ഇപ്പം ഏലം എന്ന് പറഞ്ഞാൽ ഏലം ഇവിടെ ഉള്ള ഏറ്റവും കൂടുതൽ ഏലം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഉണ്ട്. ഏലം താഴ്ന്ന പലയിടത്തും ഉണ്ട്, ക്രോപ്പില്ല. ഇപ്പോൾ ഏലം ഉള്ളത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇത് ഇപ്പം ബജറ്റ് കഴിഞ്ഞു, ആ സമയത്തൊന്നും ആവശ്യപ്പെടാത്തത് ഈ ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിക്കും. അത് ഇലക്ഷൻ അല്ല, ഇലക്ഷന് വേണ്ടി സമയത്താണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇതിനെക്കുറിച്ച് അവിടെ പറയുകയും ചെയ്തതിന് കാരണം. അല്ല, ഇതിന് മുമ്പ് ഇവിടെ പറയേണ്ടത് ഇവിടുത്തെ MP ആണ്, ഞാനല്ല. എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഞാനിവിടെ വരുമ്പോഴാണല്ലോ എനിക്കൊരു ഉത്തരവാദിത്വം വരുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതും അതിനെ അറിയിക്കേണ്ട ആളുകൾ അറിയിക്കേണ്ടേ വരുന്നത്. അതായത് ഇപ്പോൾ ഒരു അവസരം കിട്ടിയതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്ന് മത്സരിക്കാൻ വന്നത് സമയത്താണ് കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ പഠിക്കുന്നത്. മാത്രമല്ല ഇത് കേരളത്തിൽ മൊത്തത്തിലുള്ള എല്ലാ സ്ഥലത്തെയും ഡീറ്റെയിലിംഗ് മുഴുവൻ നടത്തിയ സമയത്ത് ഇവിടെ മാത്രമല്ല, ആലപ്പുഴ ജില്ല ഒഴികെ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഇത് ബാധിക്കുന്ന പ്രശ്നമാണിത്. അല്ല, കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്താൽ ഈ പ്രശ്നം മാറുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? 100%. ഇതിനേക്കാൾ എത്രയോ ഒരു വർഷം കഴിഞ്ഞിവിടെ. ഇതിനേക്കാളൊക്കെ എത്രയോ ഇന്ത്യ ഇവിടെ തകർന്നു പോകുമെന്ന് പറഞ്ഞിട്ടുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുത്ത് കറക്റ്റ് ചെയ്തിട്ടുള്ള സർക്കാരാണ് കേന്ദ്രം. അത് എന്തും നടക്കാത്ത കാര്യം നടപ്പിലാക്കുന്ന സർക്കാർ ഇവിടെ ഉള്ളപ്പോൾ തീർച്ചയായും ഇത് വളരെ നിസ്സാരമായി നടപ്പിലാക്കാൻ കഴിയുന്നുള്ള കാര്യം യാതൊരു സംശയം എനിക്കില്ല. ഈ അവസാന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ 250 പ്രഖ്യാപിച്ചാൽ അതും ഒരു നിങ്ങൾക്ക് ഒരു അതിപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നെഗറ്റീവായിട്ട് വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് എതിർകക്ഷികൾ വേറെ രീതി കൊണ്ടുവരുന്നത് അത് പിന്നെ ചുമ്മാ അടിച്ചുണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് അതിന് വേണ്ടി നിൽക്കില്ല. അതിപ്പോൾ ബഡ്ജറ്റിൽ വരണമല്ലോ. അപ്പോൾ കാര്യം പോളിസി മാറ്റർ ആണല്ലോ അത്. കാര്യം 2 ദിവസത്തിനുള്ളിൽ 13-ാം തീയതി 12-ാം തീയതി 13-ാം തീയതി ഡിക്ലറേഷൻ വരും. ഇത് പോളിസി മാറ്ററാണ്. ഇത് ബേസിക്കലി നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണത്. പക്ഷേ ഇതാരും അതിന് വേണ്ടിയിട്ട് ഒറ്റക്കാര്യം ആലോചിച്ചു. കഴിഞ്ഞ ഈ 10 വർഷക്കാലം ഈ ഗവൺമെൻറ് വന്ന ശേഷം ആരെങ്കിലും ഇതിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കുറേ അവിടെ കൊണ്ട് സമരം നടത്തുന്നുള്ളതല്ലാതെ. മാത്രമല്ല BJP പിന്നെ MP ഒരു സ്ഥലത്തും ഇതില്ലതാണ്. അതുകൊണ്ട് അവരതിനകത്തൊരു സീരിയസ് ആയിട്ട് കണ്ടിട്ടുമില്ല. നമ്മളെ സംബന്ധിച്ചോളം ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എനിക്ക് വ്യക്തിപരമായി ഇവരോടൊക്കെ അടുപ്പമുള്ളതുകൊണ്ടും ഈ പ്രശ്നത്തിൻ്റെ സീരിയസ് ഞാൻ പറഞ്ഞതുകൊണ്ടും ഞാൻ അങ്ങനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും കേരളത്തിൽ ടോട്ടൽ ഒരുപാട് വ്യത്യാസം ഇലക്ഷനിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അവരെല്ലാം. എന്തുറപ്പാണ് കിട്ടുന്നത്? എന്തുറപ്പാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ചോദിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റൂ. വരുമോ അങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപനം ഇവിടെ ഞാൻ പറഞ്ഞില്ല. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് അല്ലെ, അവിടെ പ്രത്യേകിച്ച് അവിടുത്തെ പ്രഖ്യാപനം ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഇലക്ഷൻ്റെ ഡിക്ലറേഷൻ മാത്രമേ ഉണ്ടാവും. ഈ എന്താണ് ഉമ്മൻചാണ്ടി സാറിനെ കല്ലറ പ്രാർത്ഥിക്കാനുള്ള അദ്ദേഹമായി ഞാൻ വളരെ ചെറുപ്പം മുതൽ അടുപ്പമുള്ള ആളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, CK ജീവൻ എന്ന് പറയുന്ന എൻ്റെ പഴയ സുഹൃത്തുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമായിട്ട് എനിക്കൊരു 19-20 വയസ്സുള്ള കാലഘട്ടം മുതൽ ഞാനും ഉമ്മൻചാണ്ടി ചേട്ടനുമായിട്ട് വളരെ വ്യക്തിപരമായിട്ട് ബന്ധമുള്ളതാണ്. സ്ഥിരമായി അദ്ദേഹം ഗസ്റ്റ് ഹൗസ് വരുന്ന സമയത്ത് സാധാരണ മാസത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ കാണുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി ശൈലി രാഷ്ട്രീയത്തിൽ എനിക്കൊരു തന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു വന്നത്. ഈ കോട്ടയത്തെ 2 സ്ഥാനാർത്ഥികളും കേരള കോൺഗ്രസിൻ്റെയാണ്. അവർ 2 പേരും ഈ ഒരു വിഷയമാണ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ടൊരു കാര്യം ആലോചിച്ചാൽ മതി. കാര്യം കേന്ദ്രത്തിൽ 400 സീറ്റാണോ 402 NDAക്ക് കിട്ടാൻ വേണ്ടി പോകുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ സംശയം. കോൺഗ്രസിന് ഇവിടെ 40 കിട്ടുമോ 38 ആണോ 36 ആണോ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സംശയമുള്ളത്. അതായത് ഭരണത്തിൽ ഏതാണെങ്കിലും NDA സർക്കാരാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ NDA സർക്കാരിൻ്റെ ഒരു MPയെ ഇവിടുന്ന് വിട്ടാലല്ലേ തീർച്ചയായിട്ടും അവിടെ ഇത് നടപ്പിലാക്കാൻ കഴിയൂ. ഈ പറയുന്ന ആളുകൾ ഈ പറഞ്ഞിട്ടുള്ള ഇവിടുന്ന് പോയിട്ടുള്ള MPമാർ ഓരോ നടത്തിയിട്ടുള്ള ഇത്രയും നാൾ നടത്തിയിട്ടുള്ള അവരുടെ ക്വസ്റ്റ്യനുകൾ നിങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്ക്. അതിനകത്ത് എവിടെയെങ്കിലും റബ്ബറോ കേരളത്തിലുള്ള അങ്ങേയറ്റമോ ഇങ്ങേയറ്റമോ ഒരുപാട് MPമാരുണ്ടല്ലോ. ഇവരാരെങ്കിലും റബ്ബറിന് വേണ്ടി യഥാർത്ഥ വിഷയം ചൂണ്ടിക്കാട്ടുകയോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റി വരുത്താൻ ശ്രമിച്ചിട്ടില്ല. ഈ സഭാ നേതൃത്വം ആരെങ്കിലും ആവശ്യപ്പെട്ടോ ഈ കാര്യം നേരത്തെ കണ്ടപ്പോൾ? എല്ലാവരും ഇത് മെയിൻ ഇഷ്യൂ ആണല്ലോ. സഭാ നേതൃത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നും ഇന്നലെ അടുപ്പമുള്ളതല്ല. ഞാൻ വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ തമ്മിൽ അടുപ്പമുള്ളവരാണ്. കാര്യം അത് ഇപ്പോഴുള്ള വിഷയമല്ല, പണ്ട് മുതലേ അവരൊക്കെ ആവശ്യപ്പെടുന്നൊരു വിഷയമാണിത്. അപ്പോൾ ഇത് ഞങ്ങൾ കണ്ട സമയത്ത് ഞാനിത് പറയുകയുണ്ടായി. കാര്യം ഇതിന് വേണ്ടിയിട്ടുള്ള തീർച്ചയായും എൻ്റെ മൂവ്മെൻറ്റ് എൻ്റെ സൈഡിൽ നിന്നുള്ള മൂവ്മെൻറ്റ്സ് മൊത്തം ഞാൻ ചെയ്തോളാം ഞാൻ പറയുകയുണ്ടായി. ശരി.